മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിലും റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിലും ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അബുൽ ഹസൻ സിറാജ് എന്ന് പറയുന്ന മഹാനുഭാവൻ പറഞ്ഞു, ഖറജ്തു ഹാജൻ ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കഅബാലയത്തിലേക്ക് പുറപ്പെട്ടു. وبينما أنا أطوف وإذا بامرأة قد أضاء حسن وجهها. ഞാൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് തവാഫ് ചെയ്യുന്നതായിട്ട് കണ്ടു. നല്ല പ്രൗഢിയും പ്രോജ്വലിച്ചു നിൽക്കുന്ന ഭംഗിയുമുള്ള ഒരു പെണ്ണ്. ഫഖുൽതു, ഞാൻ ആ പെണ്ണിനെ കണ്ട് പറഞ്ഞു പോയി, വല്ലാഹി മാ റഅയ്തുൽ യൗമ ഖത്തു നദാറതൻ വഹുസ്നൻ മിസ്ല ഹാദിഹിൽ മർഅ. ഇന്നേ ദിവസം ഇതുപോലത്തെ ഒരു ഭംഗിയുള്ള ഒരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വമാ ദാക ഇല്ലാ ലിഖില്ലത്തിൽ ഹമ്മി വൽ ഹുസ്നി. ഇത്രയും വലിയ ഒരു സ്ഫുലിക്കുന്ന സൗന്ദര്യം ഈ സ്ത്രീയിൽ പ്രകടമാകാനുള്ള കാരണം ഈ സ്ത്രീക്ക് ഒരു ടെൻഷനും ഇല്ല എന്നാണ് തോന്നുന്നത് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. ഫസമിഅതു ദാലികൽ ഖൗല മിന്നി. തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് അപ്പോൾ ഈ ശബ്ദം ആ സ്ത്രീ എന്നിൽ നിന്ന് കേൾക്കാനിടയായി. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നല്ല പ്രസന്നതയുള്ള മുഖവുമായി തവാഫ് ചെയ്യുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ പറഞ്ഞുപോയി, നല്ല ഭംഗിയുള്ള പെണ്ണ്, നല്ല സന്തോഷത്തോടുകൂടെ നിൽക്കുന്നു, തവാഫ് ചെയ്യുന്നു. ഈ പെണ്ണിന് ജീവിതത്തിൽ ഒരു ടെൻഷനും ഇല്ല എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞുപോയി. പക്ഷേ ആ പെണ്ണ് അത് കേട്ടു. അപ്പോൾ ഫഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞു, കൈഫ ഖുൽത യാ ഹാദർ റജുൽ, ഓ മനുഷ്യ, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത്? ഒരു ടെൻഷനും ഇല്ലാത്ത പെണ്ണാണെന്ന് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു? ഇത് വല്ലാഹി ഇന്നി ലവസീഖത്തുൻ ബിൽ അഹ്സാൻ വമക്ലൂമത്തുൽ ഫുആദി ബിൽ ഹുമൂമി വൽ അസ്ജാൻ. പലതരത്തിലുള്ള വിഷമവും ടെൻഷനും കൊണ്ട് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാളാണ്. മാ യുശാരിക്കുനി ഫീഹാ അഹദുൻ. എന്നെപ്പോലെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന വേറെ ഒരാളും ഉണ്ടാവുകയില്ല എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു. ഫഖുൽതു ലഹാ, അപ്പം ഞാൻ ചോദിച്ചു, വകൈഫ ദാലിക, അതെന്തായിരുന്നു അങ്ങനെ പ്രയാസം, എന്താണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത്? ഖാലത്ത്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ദബഹ സൗജി ശാതൻ ദഹ്ഹാ ബിഹാ. ഉദ്ഹിയ്യത്ത് അറുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലൊരാടിനെ കൊണ്ടുവന്നു. അതെൻ്റെ ഭർത്താവ് അറുത്തു. വലിയ വലദാനി സഗീറാനി യലഅബാനി, കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ആൺകുട്ടികൾ എനിക്കുണ്ടായിരുന്നു. വഅലാ സദിയ സിഫുലുൻ യർളൗ, അതോടൊപ്പം തന്നെ പാൽ കുടിക്കുന്ന ഒരു ചെറിയ കുട്ടിയും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഭർത്താവ് ഒരു ഭാഗത്ത് ഉദ്ഹിയ്യത്ത് അറുക്കുന്നു. ഫഖുംതു ലിഅസ്നഅ തആമൻ, ഞാൻ മറ്റൊരു ഭാഗത്ത് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് ഇപ്പോൾ പെരുന്നാളിനായിരിക്കുമല്ലോ. അപ്പോൾ പെരുന്നാളിൻ്റെ ഭർത്താവ് ഉദ്ഹിയ്യത്ത് അറുക്കാൻ പോയി, ഞാൻ പെരുന്നാൾക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ പോയി. അപ്പോഴോ ആ പെണ്ണ് പറയും, ഇത് കാല ഇബ്നുൽ കബീറുൽ സഗീർ. അപ്പം മുതിർന്ന എൻ്റെ കുട്ടി ചെറിയ കുട്ടിയോട് പറയാണ്, അലാ ഉരീക കൈഫ സനഅ അബി ബിശാത്തി. പാപ്പ എങ്ങനെയാണ് ആടിനെ അറുത്തതെന്ന് എനിക്ക് കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. കാലാപ്പ ചെറിയ കുട്ടി പറഞ്ഞു, ബല വേണം. ഫഅദ്ജഅഹു, വലിയ കുട്ടി ചെറിയ കുട്ടിയെ ചരിച്ച് കിടത്തി. വദബഹഹു, കത്തിയെടുത്ത് നറുത്തു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്.
ഈ കരച്ചിൽ കേട്ടിട്ട് ഞാനങ്ങോട്ട് ചെന്നപ്പോൾ വഖറജ ഹാരിബൻ നഹ്വൽ ജബലി, വലിയ കുട്ടി പേടിച്ചിട്ട് ഉമ്മ എന്തെങ്കിലും ചെയ്യോ എന്ന് പേടിച്ചിട്ട്, വാപ്പ എന്തെങ്കിലും ചെയ്യോ എന്ന് പേടിച്ചിട്ട് വലിയ കുട്ടി ഓടി മലയിൽ കയറി. വലിയ കാരണവന്മാർ പറയാറുണ്ട്, അറുക്കുന്ന സ്ഥലത്ത് ചെറിയ കുട്ടികളങ്ങനെ മാറിയതാണ്. അപ്പം അതിൽ വലിയ പാഠമുണ്ട്. കുട്ടികളിത് കാണുമ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് തോന്നും. അപ്പോൾ ഈ അറിവ് പോലെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ പാടില്ല. ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കേണ്ട പാടാണത്. അങ്ങനെ ഈ ചെറിയ കുട്ടിയെ അറുത്തു. ഞാൻ കരച്ചിൽ കേട്ടിട്ട് ഓടി അങ്ങോട്ട് ചെന്നപ്പോൾ വലിയ കുട്ടി വിട്ടു. എന്നിട്ടോ പർവ്വതത്തിൻ്റെ മലയുടെ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഫാക്കലഹു ദീപുൻ, അപ്പോൾ മലയിൽ കയറിയ ആ കുട്ടിയെ ഒരു ചെന്നായ കൊണ്ടുപോയി തിന്നു. രണ്ട് കുട്ടികളും പോയി. ചെറിയോനെ നടുത്തോനെ മൂത്തോനെ അറുത്തു. ഈ ശബ്ദം കേട്ട് ഞാനവിടെ ചെന്നപ്പോൾ മൂത്തോനെന്ത് ചെയ്തു? മലയിൽ കയറി പേടിച്ചോടി. പക്ഷേ മലയിലെത്തിയപ്പോൾ ചെന്നായ പിടിച്ചു. ഫന്തലഖ അബൂഹു ഫീ തലബിഹി, അപ്പോൾ ഭർത്താവിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ മൂത്ത കുട്ടിയെ തേടി വാപ്പയിതാ മലയിലേക്ക് പുറപ്പെട്ടു. ഫാദറക്കഹുൽ അതശു, വാപ്പാക്ക് ജോലിക്കിടയിലാണല്ലോ ഓടിയത്, അപ്പം ദാഹം പിടിപെട്ടു. അങ്ങനെ വഴിയിൽ തളർന്നു വീണു. ഫമാത്ത, വാപ്പയും മരിച്ചു. നടുത്തോനെ മൂത്തോനെ അറുത്തു. മൂത്താള് പേടിച്ചിട്ട് മലയിൽ പോയപ്പോൾ ചെന്നായ പിടിച്ചുകൊണ്ടുപോയി. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ മലയിൽ വാപ്പ പോയപ്പോൾ വാപ്പാക്ക് അവിടുന്ന്, എൻ്റെ ഭർത്താവിന് അവിടുന്ന് എന്ത് ചെയ്തു? ദാഹം പിടിപെട്ടു. അങ്ങനെ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ വന്നായത്തു തിഫ്ല, പിതാവിനെ കാണാനില്ല, മൂത്ത മോനെയും കാണാനില്ലെന്ന് കരുതിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ, അതിന് ഞാൻ അവിടെ വെച്ചിട്ട് വഖറയ്തു ഇലൽ ബാബി അൻദുറു മാ ഫുഇല അബൂ, മൂത്തോനും വരുന്നില്ല, ബാപ്പയും വരുന്നില്ല, എന്ത് പറ്റി പഠിച്ചോ എന്ന് വിചാരിച്ച് കുട്ടിയെ, ചെറിയ കുട്ടിയെ ഞാൻ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഫദബ്ബത് തിഫ്ലു ഇലൽ ബുർമത്തി, ചെറിയ കുട്ടിയാണ്, പിച്ച നടന്നു വന്നിട്ട് അതാ ഒരു പാത്രത്തിൻ്റെ അരികിലേക്ക് വന്നു, ചട്ടിയുടെ അരികിലേക്ക് വന്നു. വഹിയ അലന്നാരി, അടുപ്പത്ത് വച്ച ചട്ടിയുടെ അരികിലേക്കാണ് വരുന്നത്. ഫൽഖാ യദഹു ഫീഹാ വസബ്ബഹ അലാ നഫ്സിഹി വഹിയ തഗ്ലീ, തിളച്ചുകൊണ്ടിരിക്കുന്ന, തിളച്ചു മറിയുന്ന ചട്ടിയിൽ കൈയിട്ടിട്ട് കുട്ടി അതിനെ വലിച്ചപ്പോൾ ഫന്തശറ ലഹ്മുഹു അലാ അദ്മിഹി, അതിലുണ്ടായിരുന്ന എണ്ണയെല്ലാം കുട്ടിയുടെ ശരീരത്തിലേക്ക് ഒഴിഞ്ഞു. അതെല്ലാം കുട്ടിയുടെ ശരീരത്തിലേക്ക് മറിഞ്ഞു. അങ്ങനെ ഫന്തശറ ലഹ്മുഹു അലാ അദ്മിഹി, ശരീരത്തിലുള്ള മുഴുവൻ മാംസങ്ങളും, ചെറിയ കുട്ടിയല്ലേ, അതെല്ലാം ഈ എണ്ണയുടെ കാഠിന്യം കൊണ്ട്, ചുട്ടുപഴുത്ത ഈ എണ്ണയുടെ, തിളച്ചു മറിയുന്ന ഈ എണ്ണയുടെ കാഠിന്യം കൊണ്ട് ശരീരത്തിൽ നിന്ന് മാംസം അങ്ങനെ ഒലിച്ചിറങ്ങിപ്പോയി. ആ സമയത്ത് ആ കുട്ടിയും മരണപ്പെട്ടു. ഒരേ സമയത്ത് 3 കുട്ടികളും അതുപോലെ ഭർത്താവും മരണപ്പെട്ടു. فبلغ ذلك ابنة لي كانت عند زوجها فرمت بنفسها إلى الأرض. ഈ വിവരങ്ങളെല്ലാം ഒരു ദിവസം തന്നെ സംഭവിച്ച ഈ വിവരങ്ങളെല്ലാം, എനിക്കൊരു മകളുണ്ടായിരുന്നു, അത് ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഈ വിവരങ്ങൾ അവരറിഞ്ഞപ്പോൾ എൻ്റെ മകൾ ബോധം കെട്ടു വീണു. ഫവാഫഖത് അജലഹാ, ആ ബോധം പിന്നെ തെളിഞ്ഞില്ല, അതിൽ അവൾ മരണപ്പെട്ടു പോയി. ഫഅഫർദനി അദ്ദഹറു മിൻ ബൈനിഹിം, അവസാനം ഈ ഒരു വലിയ കുടുംബത്തിൽ ഞാൻ മാത്രം ഒറ്റക്കായി. സുബ്ഹാനല്ലാഹ്, ഇതാണ് എൻ്റെ അവസ്ഥ. ഈ ഒരു വിഷമത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി ഞാൻ ഇപ്പോൾ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് നിങ്ങൾ എന്നെ കണ്ട് പറഞ്ഞത് ഒരു വിഷമവുമില്ലാത്ത പെണ്ണാണെന്ന് തോന്നുന്നു, നല്ല മുഖപ്രസന്നതയോടുകൂടെ തവാഫ് ചെയ്യുന്നുണ്ട്. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അബുൽ ഹസൻ സിറാജ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, ഫകൈഫ സബ്റുക,
فكيف صبرك على هذه المصائب العظيمة سبحان الله ഇത്രയൊക്കെ പ്രയാസം ഉണ്ടായിട്ട് എങ്ങനെയാണ് പെണ്ണെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നത്? നമുക്ക് ചെറിയ ഒരു വിഷമം വരുമ്പോഴൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പറയാ. കച്ചവടത്തിൽ ഒരു ദിവസം നമ്മൾ ഉദ്ദേശിച്ച അത്ര ഫണ്ട് കിട്ടാൻ ആദ്യം അപ്പോൾ പറയും, പക്ഷേ ഞാൻ എന്ത് തുടങ്ങിയാലും ഞാൻ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ കണ്ടില്ല ഇതിൻ്റെ അവസ്ഥ ഇതും നിൽക്കില്ല. ചെറിയ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ നമ്മൾ മാനസികമായി ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അബുൽ ഹസൻ സിറാജ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇത്രയൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ട് എങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നു? അപ്പോഴാണ് ഫഖാലത്ത് പറഞ്ഞു, മാ മിൻ അഹദിൻ മയ്യസ الصبر والجزاء ഇല്ലാ വജദ ബൈനഹുമാ മിൻഹാജം മുതഫാവിതാ. കുറേ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും സഹിക്കുന്ന ആളും അതുപോലെ പൊറുതികേട് കാണിച്ചു നിൽക്കുന്ന ആളും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ? ഒരാളിപ്പോൾ കുറേ മുസീബത്ത് എത്തിയതിൻ്റെ പേരിൽ അയാൾ വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞാൽ അയാൾക്ക് എന്താ കിട്ടാനുള്ളത്? ആ കരയുന്ന കണ്ണുനീര് കൂടി നഷ്ടമായി എന്നല്ലാതെ മരിച്ചാൾ തിരിച്ചു വരുമോ? നഷ്ടം സംഭവിച്ചതിന് പരിഹാരമുണ്ടാകുമോ? ഇല്ല. അത് അള്ളാഹുവിൻ്റെ ഖളാഇനെതിരെ പ്രതിഷേധമാണ്. അതേസമയം ഒരു മനുഷ്യൻ ക്ഷമിക്കുകയാണെങ്കിലോ ഈ ക്ഷമക്ക് നാളെ ആഖിറത്തിൽ വലിയ കൂലിയുണ്ട്. അതുകൊണ്ട് ഞാൻ പൊറുതികേട് കാണിക്കാൻ പോയില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ ഖളാആണ്, അതിവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. പകരം ക്ഷമിച്ചാൽ എനിക്ക് ആഖിറത്തിൽ വലിയ കൂലിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു മുന്നേറുകയാണ്. വഅമ്മ الصبر بحسن العلانية فمحمود العاقبة. ക്ഷമിച്ചാൽ ഇതിൻ്റെ ഒക്കെ പര്യവസാനത്തിൽ ശ്ലാഘിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ തീരുമാനം വരാനുണ്ട്. വഅമ്മൽ ജസഉ ഫസാഹിബുഹു ഗൈറു മുഅവ്വദിൻ. ഒരാൾ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ പൊറുതികേട് കാണിച്ച് പ്രതിഷേധം ഇളക്കിവിട്ടാൽ അതുകൊണ്ട് അവന് പകരം വല്ലതും ലഭിക്കുമോ? ഒന്നും ലഭിക്കാനില്ല. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക തന്നെയാണ്. ഉദ്ഹിയത്തിറക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ പ്രവർത്തനം കണ്ട് മുതിർന്ന 2 മക്കൾ ഉദ്ഹിയത്തിറത്തു. ചെറിയ ആൾ മരണപ്പെട്ടു പോയി. വലിയ ആൾ ഓടി മലയിൽ പോയപ്പോൾ ചെന്നായ പിടിച്ചുകൊണ്ടുപോയി. കുട്ടിയെ നോക്കാൻ പോയപ്പോൾ വാപ്പ അവിടെ തളർന്നു വീണു. ഞാൻ വാപ്പ എവിടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തിളച്ചു മറിയുന്ന ചട്ടിയുടെ അരികിലേക്ക് ചെറിയ കുട്ടി മെല്ലെ 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 നടന്നു നീങ്ങി ചട്ടിയിൽ പിടിച്ച് എണ്ണ ശരീരത്തിലൊഴിഞ്ഞ് ആ സമയത്ത് തന്നെ മരണപ്പെട്ടു പോയി. ഈ വിവരങ്ങളെല്ലാം എൻ്റെ മൂത്ത മകൾ അറിഞ്ഞപ്പോൾ അവിടെ ബോധം കെട്ട് വീണു. പിന്നീട് ബോധം തെളിഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വീട്ടിൽ എത്ര ആളുകളുടെ മരണമാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും നല്ല മുഖപ്രസന്നതയോടുകൂടെ തവാഫ് ചെയ്യുന്ന ആ സ്ത്രീയുടെ ഹിസ്റ്ററി കണ്ടപ്പോൾ അബുൽ ഹസൻ സിറാജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നു? മറുപടി, ക്ഷമിക്കുന്നതിലേ ഗുണമുള്ളൂ. ഞാൻ പൊറുതികേട് കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം കാണിക്കലാണ്. അതുകൊണ്ട് എനിക്കൊന്നും ലഭിക്കാനില്ല. ക്ഷമിച്ചാൽ നാളെ ആഖിറത്തിലെങ്കിലും കൂലി കിട്ടുമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കൊരു പാഠമാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഏത് തരത്തിലുള്ള മുസീബത്തുണ്ടായാലും ഇതെല്ലാം അള്ളാഹു എനിക്ക് കണക്കാക്കിയതാണ് എന്ന് നാം വിചാരിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ പേരിലുള്ള കൂലി നാം അള്ളാഹുവിൽ നിന്ന് നേടുകയും ചെയ്യുക. പൊറുതികേട് കാണിക്കുമ്പോൾ നഷ്ടപ്പെട്ടതിന് പകരം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട പ്രതിഫലവും നമുക്ക് ലഭിക്കാതെ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഈ മജ്ലിസിൻ്റെ മഹത്തായ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകി ഞങ്ങളെ നീ ബുദ്ധിമുട്ടിക്കരുതേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. നീ നൽകുന്ന പരീക്ഷണത്തിൽ ജയിക്കാനുള്ള ക്ഷമയും
സഹനവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഖദർ ഖദാ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനെല്ലാം അർഹമായ കൂലി ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഹിദായത്തും ഈമാനും നീ നിലനിർത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.